കള്ളമാരി ഇരിക്കണേ. ഹലോ ഗൈസ്, ഹായ് ബ്രോ. ട്രക്കിങ് പോയോ? ഇല്ലല്ലോ, എല്ലാരും ടയർഡായില്ലേ? ഞാനും ഉപ്പിയും അനിയനും. എന്തായാലും ഉറങ്ങിട്ടൊരു അറ്റം കിട്ടുന്നില്ലല്ലോ. എങ്ങട്ടാ പോണേ? കടല കൂട്ടാ? ഫുഡ് കഴിക്കാൻ വിളിക്കണ്ടാവല്ലേ? ഇവിടെ നോക്കാം, 2 ഇതിലൊക്കെ അടഞ്ഞാണ് പോലെ കേട്ടിട്ട് വാപ്പ എന്താർക്കും അറിയാം. അലാറം അടിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ വാപ്പ മനസ്സിലടാ. അലാറം എപ്പൊ കെടുക്കണ്ടോ? 4 മണിക്ക് ഓഫാക്കി. ഇവിടെ നോക്കണോ? ഗുഡ് മോർണിംഗ്. അല്ലാ സീന്. സാലിയോ വാ, എണീറ്റാ എണീറ്റാ വാ. ചൂടാവണം. അപ്പൊ ഗൈസ്, ഇതാണ് മോർണിംഗ് വ്യൂ. എന്ത് അച്ഛനാ നീ അലാറം അടിച്ചിട്ട്? നോക്കി ഇറങ്ങണേ. അപ്പൊ ഗൈസ്, ഇനി ഫുഡ് ഡേ ബാക്കി ട്രക്കിംഗ് ഉണ്ട് പറയുന്നുണ്ട്. അതിനെന്തായാലും പോക്കെടുക്കൂല. വൃക്ഷാവട്ടെ, അത് കാണാം. സാലുമോണ എണീക്ക്, മതിയോ? ഓ സാലോ വന്നാ എണീക്ക്, ഞാൻ മുഖത്ത് വെള്ളം ഒഴിക്കാ. വാ. അപ്പൊ ഗൈസ് മുകളിലേക്ക് പോ. എടാ അജി അവന്റെ ചാർജർ എടുത്താ. ചാർജർ ഉണ്ടോ? എണീക്ക് സാലു, നേരെ വെക്കണ്, വെറുതെ മോട്ടറാക്കല്ല. ഓ ഗൈസ്, മുകളിലേക്ക് നടക്കാണ്. എന്തൊക്കെ നല്ല രാത്രികൾ സംഭവിച്ചു എന്നാണ് പറയുന്നത്. ഒച്ചല്ലെന്നാ ബ്രോ? ഹായ് പറ. ഹായ്, ഗുഡ് മോർണിംഗ്. ഓ വാട്സ്ആപ്പ്. അസ്സലാമു അലൈക്കും. വാട്സാപ്പിലാണോ? ഫ്രം അടിപൊളി. ആ സ്പ്രിംഗ് ബെഡ് ഒരു സുഖമില്ല എന്തായാലും. അയ്യോ എടാ പാട്ടോ, ഇവിടെ ഫുള്ള് എങ്ങനെയാണ് ഇതിന്റെ മൂടിട്ടിയത് ഇല്ലേ? മോർണിംഗില് എന്താണ് ഇവരമ്മമാരായി ഫോറസ്റ്റ് പോയി കാടാണല്ലോ. അവിടുന്ന് കേറി വരും. ഞങ്ങളൊന്ന് അവിടുന്ന് കേറുക. ഇന്നൊന്നും കടിച്ചില്ല എന്തായാലും. അട്ടക്കൊന്നും വേണ്ട. ടെന്റിലല്ലേ? ഞാൻ പിന്നെ അവിടെ സ്പ്രിംഗ് അല്ലല്ലോ, ബെഡില്ലല്ലോ, മാറ്റ് മാത്രല്ലേ ഉള്ളൂ. ഞാൻ എന്താ അവിടെ ഇതിനുള്ളിൽ. അനിയ ഒറ്റക്ക് ഉണ്ട് അവിടെ നിക്കട്ടെ, കുറച്ച് ഞാൻ പേടി നിന്നോളൂ. എത്ര പേര് കിടന്നു? അവിടെ 3 ആള്, ഉപ്പ ഞാൻ അതിന്. നമ്മൾ 6 പേര് അതിനകത്ത്. ടെന്റിനുള്ളിലോ? മറ്റേനുള്ളിലോ? എങ്ങനെ ഇടുന്നോ? ഒന്നും അറിയില്ല. മാട്രസിലാകെ 3 ആൾക്ക് ക്രോസ് ഇടുന്നു. ആ, ഒരാൾ നിലത്തിടുന്നുണ്ടാവൂലേ? ഇല്ല, എല്ലാരും കിടന്നു ഇങ്ങനെ. ആർക്കും ഇറങ്ങാൻ പറ്റൂല. ഇത്ര വ്യൂ ഉണ്ടാവുള്ളൂ ഇപ്പോഴറിയില്ലേ? ഓ അപ്പൊ ഗൈസ്, ഇതാണ് നമ്മളെ റൂട്ട്. ഇന്നലെ രാത്രി ഇതിലൂടെ ഇറങ്ങുമ്പോൾ ഇതാണ് റൂട്ട്. ഒരു ഐഡിയ ഇല്ലായിരുന്നു, ഇത്രയും ബ്യൂട്ടിഫുൾ ആവുന്നുള്ളത് അറിയില്ലായിരുന്നു. എനിവേ അടിപൊളിയാണ്. കത്തിച്ച് പടച്ചോനെ അതിനെ മുകളിലെത്തി. അല്ലോ അല്ലാ, അങ്ങനെ റൂമിലേക്ക് പോവാണ്. എല്ലാവരും അവിടെ തന്നെ ഉണ്ടാവും. ബാക്കി ഫ്രഷ് ആയിട്ട് കാണാം.
ഓ ഏണ്ടേനി അടിപൊളി അടിപൊളി എക്സ്പീരിയൻസ്. ഏറ്റവും ക്യാമ്പിൽ ഏറ്റവും ലാസ്റ്റ് എണീറ്റ് കേട്ടോ. ആ ഒരു അവാർഡ് എനിക്കുണ്ട്. ആ പിന്നെ ഒലക്കാണ് ഞാൻ എണീറ്റ് എത്ര കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് സംസാരം കഴിഞ്ഞിട്ടാണ് രണ്ടാമത് വിളിച്ചിട്ട് എണീറ്റ്. ഞാൻ ചാർജ് എടുത്ത് വന്നതിന് ശേഷം എണീറ്റ്. അപ്പോ ക്യാമ്പിനെ പറ്റി കയറി ഒന്ന് ഉറക്കം പറഞ്ഞോ? ക്യാമ്പ് അടിപൊളിയാണ്, അടിപൊളിയാണ്. ഫസ്റ്റ് ക്യാമ്പ് ആയതുകൊണ്ട് അതിൻ്റെ ഇതുകൊണ്ട് അപ്പോൾ സെറ്റാണ്. അപ്പോൾ അടുത്ത ക്യാമ്പിൽ എല്ലാവരും ഒരു ക്യാമ്പ് വെക്കും സ്റ്റേ ഫ്ലൈ. അപ്പോൾ സ്റ്റേ ഫ്ലൈ എന്നാ പേര്. ഇനിയും ക്യാമ്പ് വെക്കും. അപ്പോൾ ആ ക്യാമ്പിൽ ഇനിയും വരിക എല്ലാവരും. അപ്പോൾ എല്ലാവരും സെറ്റാക്കുക, പൊളിക്കുക. അടിപൊളി ക്യാമ്പാണ്. അതാണ് നമ്മളെ വാപ്പ വിളിച്ച വിളിപ്പുറത്ത്. അപ്പോൾ ഗൈസ് പൂളിലേക്ക് ഒരു പൊട്ടന്മാര് വരുന്നില്ല. അയ്യോ പൂളെന്താ അവസ്ഥ? കുഴപ്പമില്ലല്ലേ? പൊഡല്ലേ? അപ്പൊ ഗൈസ് നമ്മള് കുളിപ്പരിപാടി തുടങ്ങാണ്. ആടാ ആരും ഇങ്ങോട്ട് വരുന്നില്ല. ആ ഇന്നൊന്ന് ഇറങ്ങു മോന്, വാ ഇറങ്ങ്. ആ തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ എന്താ വാപ്പനെ തള്ളുണ്ടാവും പറഞ്ഞില്ലേ? പുഴയല്ലടാ കടല്, കടലിന്റെ മക്കളാടാ. നിങ്ങൾ കളിക്കി തന്നാളേ ആദ്യം. ആയണ്ടോ? ആയുണ്ട്. കറക്റ്റല്ലേ? വലിയ അഴുക്കൊന്നും ഇല്ലട്ടാ. അടിയിലെ കളറാണ് തോന്നുന്നുണ്ട്. അനങ്ങാതെ എടുക്കുന്നത്. വെള്ളത്തിൽ വ്യത്യാസം ഇല്ലല്ലോപ്പാ. ഓ ഗൈസ് കുളിയും പരിപാടി നടക്കട്ടെ. ഡാഡി ഡാഡിയാ അത് കുളിച്ചും കാണാൻ വരുന്ന ആൾക്കാരൊക്കെ ആൾക്കാരെ നമസ്തേ. അങ്ങോട്ട് പോടാ, അവിടെ എത്തി പോട്ടാ. രണ്ടെണ്ണം കൊണ്ട് അഡീഷണൽ ഒരു പ്രശ്നവുമില്ല. പല്ലേക്കുന്ന അവിടുന്ന് ഇടിഞ്ഞിടാച്ചാലിയ അവിടെ ഉള്ള കുളിക്കാത്തവര് കുളിക്കണവരൊക്കെ പിടിച്ചിടും. അതാ റാഷിന്റെ അനിയനെ വിളിച്ചത് അങ്ങനല്ല.
ഡ്രസ് മാറ്റി വെള്ളത്തിൽ കാലാക്കോട്ട് വേറെ ഡ്രസ് എന്റെ ചോദ്യം ഇതെന്താ 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 അല്ല ഞാൻ പോരാ ഹാപ്പിയല്ലേ കിടക്കി കിടക്കി ഹാപ്പിയല്ലേ ആ ഡ്രസ്സൊക്കെ അയക്കോട്ടെ അപ്പോൾ ഗൈസ് പൂളിലെ കൂളിയും ഫുഡ് ഇട്ട് കഴിഞ്ഞ് നേരെ എല്ലാവരും കൂടെ ഹോളിലേക്ക് വന്ന് ക്യാമ്പിൽ നമുക്ക് ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് എല്ലാവരും ഓരോരുത്തരായിട്ട് വന്നിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് എന്തൊക്കെ ഉണ്ടായിരുന്ന അനുഭവങ്ങളും. കാരണം സ്റ്റാഫ് ലൈൻ്റെ ഫസ്റ്റത്തെ സ്ട്രെഞ്ചസ് ക്യാമ്പ് ആയിരുന്നു. അതേപോലെ തന്നെ വന്നതിൽ കൂടുതൽ പേരുടെയും ഫസ്റ്റത്തെ പ്രോഗ്രാം. അപ്പം ഞാനും ഫാമിലി ആണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഈ സ്റ്റാഫ് ലൈൻ സ്ട്രെഞ്ചർ ക്യാമ്പ് വെക്കുന്നതിന് മുന്നേ തന്നെ റാഷിൻ്റെ മൈൻഡിൽ വന്നൊരു ആശയമായിരുന്നു ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. അതെന്ന് വെച്ചാൽ ഈ സാമ്പത്തികപരമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന കുറച്ച് അധികം ഒരു 100-ൽ പരം കുട്ടികൾക്ക് ബുക്സും അതേപോലെ ബാഗ് കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളത് ഓൻ്റെ മൈൻഡിൽ വന്നൊരു ആശയം. അത് നമ്മൾ എല്ലാവരും സംസാരിക്കുന്ന സമയത്താണ് ഇപ്പം മുന്നോട്ട് വെച്ചത്. അത് കേട്ട ഉടനെ തന്നെയാണ് എല്ലാവർക്കും ഭയങ്കര എന്താ പറയുക ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആയിപ്പോയി. നമ്മളെ ക്യാമ്പിനൊരു അർത്ഥം ഉണ്ടായി എന്നൊക്കെ ഒരു ഫീലായിരുന്നു എല്ലാവർക്കും വന്നിരുന്നത്. പിന്നെ അതിനുശേഷം എല്ലാവരും പിന്നെ പോകാനുള്ള തിരക്കിലായി. എല്ലാവരും യാത്ര പറച്ചിലും ഫോട്ടോ എടുക്കുന്ന പരിപാടിയായിട്ട് മുന്നോട്ട് അങ്ങനെ പോയി. എല്ലാവർക്കും ഉണ്ട്. എന്താ പറയാനുള്ളത് ഒറ്റ കമന്റോട് കൂടി മൊത്തം ഫാമിലിയുടെ പാക്കേജ് ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഹാപ്പി സന്തോഷങ്ങളൊക്കെ ആദ്യമായിട്ട് ഫ്രഞ്ചിലൊക്കെ മൊത്തം ഫാമിലി ഇപ്പൊ കുറെ കാലത്തായിട്ട് പോയിട്ട് നമ്മൾ ഏറി പോയാലും ഞായറാഴ്ച കോഴിക്കോട് പോകുള്ളൂ. ട്രെയിൻ ക്യാമ്പിലാണെങ്കിൽ ഫാമിലി ആയിട്ട് വന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ. ഉമ്മക്ക് എപ്പോഴും ഇന്നലെ പറയില്ല സങ്കടമാണ് നമ്മളാരും കൊണ്ടുവരാനുള്ളത്. മൊത്തം ഫാമിലി കൂട്ടി കൊണ്ടുവരുന്ന പറഞ്ഞത് ഞാൻ എന്റെ ഉമ്മനെയും കൊണ്ടുവരണം വിചാരിച്ചൊരു പരിപാടിയാണ്. പക്ഷേ ഇത് ഇനിയും ഉറപ്പായിട്ട് ആബിലൂടെ വാ എന്താ ഒരു 5 മിനിറ്റ് പറഞ്ഞു ഉമ്മ പറയാ അന്നെ പറ്റി പറയാ. ആ ചെക്കൻ എന്ത് നല്ല സംസാര എന്ത് അടിപൊളി ചെക്കനാണ്. എമ്മാരി ടോപ്പിലാക്കില്ല സ്വന്തം മക്കളെ ടോപ്പിലാക്കില്ല. എനിക്ക് ഫോട്ടോ എടുക്കണം. ഇവിടെ കേറി ഈ ഫാമിലിന്റെ കൂടെ ആബിലെ ലൈക്ക് ഞാൻ രണ്ടും പറഞ്ഞുതരാം. ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഇപ്പോൾ നമ്മൾ സ്ട്രേഞ്ചേഴ്സ് അല്ല, നമുക്ക് അറിയാം. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു പ്രോഗ്രാമിൽ വന്നതിന് ശേഷം ഒരു ഗ്രൂപ്പ് മാറി അങ്ങനെയൊന്നുമില്ല. എല്ലാവരും അടിപൊളിയായിട്ട് 2 ദിവസം ഭയങ്കര ചില്ലാക്കി കംപ്ലീറ്റ് പരിപാടി കഴിച്ച് ഇപ്പോൾ നമ്മൾ വൈൻഡപ്പിൻ്റെ ഒരു സ്റ്റേജിൽ നിൽക്കുകയാണ്.
അപ്പോൾ ആ ഒരു സങ്കടം ഉണ്ട്. ഇത് കഴിഞ്ഞ് പോവുകയാണെന്നുള്ള പെട്ടെന്ന് തീർന്ന പോലെ നമുക്ക്, അതായത് നമ്മളത്രയും എൻജോയ് ചെയ്തുകൊണ്ടാവണം പെട്ടെന്ന് തീർന്ന പോലെ. ഇനി ഇവരെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ കാണുന്ന ഫാമിലി വ്ളോഗ് ഇവരത് മാത്രമാണ്. ഞാൻ വേറെ ഒരു വ്ളോഗ് കാണുന്നില്ല. ഇവൻ്റെ റീൽ ഇത്രയാണ് ഞാൻ കാണാൻ തുടങ്ങിയത്. അന്ന് മുതൽ ഞാൻ ഫാനായ ഒരു ഫാമിലിയാണിത്. ഞാൻ ഇവരെ റീല് വരാണെങ്കിൽ എന്താ പറയുക, സ്ക്രോൾ ചെയ്യാതെ കാണാം, ഇവരെ യൂട്യൂബ് വീഡിയോ ഇരുന്ന് കാണാം. അതുപോലെ തന്നെ ഇവൻ എല്ലാ കാര്യങ്ങൾക്കും ഇന്നാണ് വിളിക്കാറുള്ളത്, ഓരോ കാര്യങ്ങൾക്കും. അവരിലേക്ക് ഒരു ബ്രദർലി ഫീലാണ് എനിക്ക് ഈസാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഫാമിലി എൻ്റെ ഒരു ഫാമിലി പോലെ തന്നെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് ഇവരെ കൂടെ ഒരു ഫോട്ടോ എന്തായാലും ഒരു ഫോട്ടോ എടുക്കണം. ഓക്കെ അല്ലേ ഓരോരുത്തരെ വിളിച്ചാലോ? അടുത്ത സെലിബ്രിറ്റി വൈഷ്ണവി ക്യാമിനെ പറ്റി എന്തെങ്കിലും രണ്ട് വാക്ക് നമ്മളൊക്കെ വരുന്നതിന് ഒരു രണ്ട് വാക്ക് അഭിപ്രായം പറയാനാവില്ല. ഞങ്ങള് അതെ നല്ല വൈബ് ഫാമിലിയാണ്. ഉപ്പാനും ഉമ്മാനും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കോംബോ ആണ്. നല്ല ക്യൂട്ട് കപ്പിൾസ് ആണ്. ഇപ്പോഴും ഈ ഒരു ഏജിലും ആ ഒരു ലവ് എല്ലാവരെയും എക്സ്പ്രസ് ചെയ്തിട്ട് ഞാൻ കാണിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവർ രണ്ടാളെ കോംബോ. പിന്നെ ഈ ചെങ്ങായും അടിപൊളിയാണ്. പക്ഷെ ഇവരെനിക്ക് അങ്ങനെ പരിചയപ്പെടാൻ വേണ്ടി പറ്റിയില്ല. അടുത്ത ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാംസിൽ പരിപാടിയൊക്കെ ഹൈറായി നമ്മളെ ക്യാമറാമാനാണ്. അപ്പം താങ്ക്സ് ബ്രോ. അനസിനെ എടുക്കട്ടെ. ഇജില്ലേ അനസ? ഫസ്റ്റ് ആയിട്ട് അന്ന അവിടുന്ന് കാണാറോ? ബസ് ഐ മീൻ പിള്ളേരെല്ലാവരും കയറിയില്ലേ? അപ്പൊ അവിടുന്നാണ് എന്നെ കാണുന്നത്. മൈക്കട്ടെ അവിടുന്ന് അന്ന് ഈ എന്നെ ഹാർലിയിട്ട് വരുന്ന സമയത്ത് എന്നോട് എൻ്റെ വൈഫ് പറയാ, ഇത് കല്യാണരാമനില് ദിലീപ് ഓടായിരിക്കും. കറക്റ്റ് സാധനം ഇവള് പറഞ്ഞേ. പക്ഷെ അളെ അവിടെ വന്നപ്പോ എൻ്റെ പരിപാടി വേറെ ലെവല്. എനിക്ക് അതേമാതിരി മറ്റേ നമ്മളെ മച്ചാൻ പാട്ടുകാരനോടെ. പക്ഷെ നിങ്ങളെ പറയാനില്ല. എന്താ പറയുക, അവിടെ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ എന്താ പറയാ, ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു, എനിക്കും എന്റെ വാപ്പ ഇങ്ങനെ ആയിരുന്നു. ഓനെ കൊറേ മെനക്കെട്ടിട്ട് ഇതാക്കി എടുക്കാൻ കേട്ടോ. ഇതൊന്നും മെനക്കെടേണ്ട ആവശ്യം. കാരണം എന്താ പറയാ, നമ്മളെ വാപ്പന്മാരൊക്കെ ഭയങ്കര ടഫാണ്. എന്താ പറയാ, അങ്ങോട്ട് ഇങ്ങോട്ട് ആ ഒരു ഇതിലേക്ക് കിട്ടൂല. നമ്മള് ഇതൊക്കെ ടഫ് തന്നെയാണ്. പക്ഷെ നമ്മളിങ്ങനെ ആയി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇങ്ങനെ ആവുമ്പോഴേ നമ്മളെ മക്കള് നമ്മളിതിലേക്ക് ഹാപ്പി ആയിട്ട് വരുള്ളൂ. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ നമ്മൾ വീട്ടിൽ നിന്നിട്ട് ഭയങ്കര അവരെന്ത് ചെയ്യുന്നു, അവർക്ക് ചെയ്തുകൊണ്ട് അവരങ്ങനെ അതൊരിക്കലും ശരിയല്ല. കാരണം ഇവർക്ക് നമ്മളെ കണ്ടിട്ട് പോയി വളരണം. ഒരാളോട് വീട്ടിലെ കാര്യമായിട്ട് കാര്യം പറഞ്ഞു ഊക്കും ആയിട്ടുള്ള കണ്ടില്ല. അനിയ വന്നപ്പോ അനിനെ നോക്കി, ഞാൻ വന്നപ്പോ നോക്കി, വാപ്പ വാപ്പ നോക്കി, ഞങ്ങൾ നോക്കും. അത് പറഞ്ഞാൽ അപ്പോഴാണെന്താ പറയുക, ഒരു ഫാമിലിയിൽ ഹാപ്പി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരാൾ ഒരു ഭാഗത്ത് മറ്റൊരാൾ വാപ്പ വരുന്നുണ്ട്, വാപ്പാനെ മുന്നിൽ കണ്ട മക്കൾ ഇതിലെ പോകും. അങ്ങനെയല്ല പോകണ്ടേ. വാപ്പാൻ്റെ അടുത്ത് ചെല്ലുക, എന്താ ഒപ്പാന്ന് ചോദിക്കുക. അങ്ങനല്ല, അത് നമ്മള് മക്കളായിരിക്കണം, നമ്മളാക്കി എടുക്കണം. അപ്പോഴാണ് അവർക്ക്. ഞാൻ ശ്രദ്ധിക്കും എന്റെ മക്കളെടുത്ത് ഞാൻ ഇങ്ങനെ. അതാണ് വേണ്ടത്. അതെന്താ പറയാ, എല്ലാരും ഒരേപോലെ ആവൂല. ചിലപ്പോ നാല് കുത്ത് കിട്ടും, കുഴപ്പമില്ല. 15 കൊല്ലം മുന്നേ പെണ്ണെന്ന് കാണാൻ ടെററല്ല, അങ്ങനല്ല, ഇത്ര അല്ലായിരുന്നു. പക്ഷെ ആയതാണ്. പിന്നെ ഇവരൊക്കെ വരപ്പം വെച്ച് പിന്നെ എന്താ പറയുക, നമ്മളെന്താ പറയുക, ഇവരെ തിന്നാണ് നമ്മളെ ജീവിതം തുടങ്ങുന്നില്ല. ഇതിന്റെ മുന്നേ നമ്മൾ ഇവരെ ജീവിതം പഠിപ്പിച്ച്, ഇനി ഇവര് വലുതായി, ഇനി ഇവരെടുത്തുനിന്ന് നമ്മളെ ജീവിതം പഠിപ്പിക്കണം, നമ്മൾ പഠിക്കണം. അതാണ് വേണ്ടത്. ആദ്യം നമ്മൾ ഏതൊരു ഡയലോഗ് ഉണ്ടല്ലോ, എന്തെന്ന് എന്താ ഇങ്ങനെ ആലോചിക്കാന്. അന്നേരം മോനെ ഇതിനെവിടുന്ന ഞാൻ തെരഞ്ഞു നടന്നിട്ട് കിട്ടാഞ്ഞിട്ട് പോയി പെട്ടതാ. പെട്ടപ്പോ അധികം അല്ലേ. നല്ലതാടാ. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വഴി ഇങ്ങനെ കണ്ടപ്പോ അവിടെ പോയി വണ്ടി നിർത്തിയതാണ് വെച്ച്. അത് നമ്മൾ പോകുന്നത് പിന്നെ എപ്പോഴും പോയി കൂടെ തെറ്റായതാണ്. അത് കുടുങ്ങി. ആദ്യം പോയി അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങോട്ട് നമ്മൾ അന്വേഷിച്ച് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട് വന്നു കഴിഞ്ഞാല് പിന്നെ എപ്പോഴും പോയി സംസാരിക്കാൻ പാടില്ലല്ലോ.
അപ്പോഴല്ല നമ്മള് ലെവലാക്കല് സെറ്റാക്കി നമ്മള് കൂട്ടൊക്കെ ഇവരാണ് അല്ലാതെ യൂക്കിൽ നമുക്ക് കിട്ടൂല. അടിപൊളി. ഓക്കെ അപ്പൊ എനിക്കെന്താ പറയുള്ളൂ? ഇല്ല, നിങ്ങള് വന്നേ തന്നെ ഭയങ്കര സന്തോഷം. കാരണം നിങ്ങൾ മറ്റേ പോസ്റ്റിന് കമന്റ് ഇട്ടല്ലോ, കമന്റ് ഇട്ടപ്പോൾ നമ്മൾ ആദ്യം കണ്ടിരുന്നു നമ്മളെയും കൂടെ കൂട്ടുപോകുന്ന കാര്യം. അപ്പൊ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. കാരണം ഫസ്റ്റ് ആയിട്ട് തുടങ്ങിയ സംഭവം. അപ്പൊ ഇങ്ങനെയുള്ളൊരു കമന്റ് വരുമ്പോൾ നമുക്കൊരു ഒരു എന്താ പറയണ്ട അറിയില്ല, ഒരു സംഭവം ഉണ്ട്. അപ്പൊ നിങ്ങളങ്ങനെ ചോദിക്കുകയും ചെയ്തപ്പോൾ നമ്മൾ ഷുവർന്നിട്ട് മെസ്സേജ് അയച്ച് എന്തോ ഭഗീശാൻ അത് കണ്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് നമ്മൾ റെഡി ആയി. ആദ്യം നിങ്ങൾ 3 പേരും വരുന്നുണ്ട് പറഞ്ഞ്, പിന്നെ ഉപ്പയും ഉമ്മയും വരുന്നുണ്ട് പറഞ്ഞ്, നമുക്ക് പിന്നെയും സന്തോഷമായി. അതെന്ന് നല്ല സന്തോഷം. അപ്പം തന്നെ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ ഗായ്സ് ക്യാമ്പ് വിടുകയാണ് ബ്രോ. കൈ കൊണ്ടടാ എന്താ പാക്കലാം പാലക്കാട് പട്ടരേ ബ്രോ. ആക്ക തന്നെ ഇടും. ഏയ് ബ്രോ ഇവിടെ എക്സ്ക്യൂസ് മീ കാസർഗോഡ്. ഏയ് മുത്ത പോയി കാണാം. കാണാം. താങ്ക്സ് ബ്രോ. വാ മുത്ത ഷാവാ കാണാ ആക്കലാം ബ്രോ. ഞാൻ വിളിക്കുന്നുണ്ട് എല്ലാവർക്കും. അനസ കാണാം. നേരത്തെ ഒരു കഴിയുന്നില്ല പട്ടി ബ്രോ. അല്ല ബ്രോ. ഓക്കെ ശരി. ആബ്യ വിട്ട് വൈഫ് എന്റെ വൈഫ് വാടി കേറി എവിടെ അവിടെ ഇരിക്കാനാ? ഞാൻ ക്യാമറ മുത്ത നമുക്ക് നേരത്തെ കാണണം. നമ്മളെ സിംഗറാണ്, നമുക്ക് വീഡിയോ വരാൻ മടിയില്ലേ? നിങ്ങൾ കൈ എന്നല്ലോ പോയിക്കൂടോ. ഓക്കെ, നമ്മളെ സ്റ്റേ ഫ്ലൈൻ്റെ ക്യാമ്പൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങനെ വരുന്ന ബൈക്കിൽ ഫോട്ടോ എടുക്കണം. പൂതി ഓടുന്നൊരു വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കണം കപ്പിൾ ഫോട്ടോ എടുക്കണം അതൊരു പൂതി. ഇപ്പൊ ഇങ്ങനെ അങ്ങനെ നിർത്തിയത് കപ്പിൾ ഫോട്ടോ എടുക്കല് ആണേ. കുറച്ച് ഇപ്പുറത്ത് മാറുന്നല്ലോ, അവിടെ ഒക്കെ ഹോളുണ്ട്. ആട്ടാണ്ടാവും. ഫോട്ടോ ഒക്കെ ഇന്നത്തെ ക്യാമ്പിൽ കൊറേ അട്ടളുണ്ട്. ഉള്ള അട്ട ടെൻഷനായി. ഇഷ്ടായി അല്ല ഇഷ്ടായി അട്ടക്ക്. പേടിയാ പേടിന്ന് പറഞ്ഞ പേടി. അത് കണ്ണിന് പ്രൊട്ടക്ഷൻ ഇട്ടത്. അങ്ങനല്ല, നമ്മളിപ്പോ ക്യാമ്പിൽ വന്നിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോവാൻ പേടിയാവുക. അട്ട കടിക്കുതാവൂന്ന് വെച്ചാല് നല്ല ചോരുള്ള അടുത്തേക്ക് വരില്ല. എനിക്ക് പേടിണ്ടായിട്ടില്ല, അട്ടനെ കണ്ട് പേടിച്ച ആളാണ് നിക്കുന്നത്. പിന്നെ എന്റെ വിരലിന്റെ ഇടയ്ക്ക് പോയാല് ഞാൻ അങ്ങനെ അതിനെടുക്കുക. അട്ട ഉണ്ടായ സ്വകാര്യം പറഞ്ഞു. സ്വകാര്യം എന്താന്നുള്ളത് നിങ്ങൾ ഊഹിച്ചാ മതി. ഓക്കെ, സ്വകാര്യം ഞാൻ പരസ്യമാക്കൂല, പക്ഷെ നിങ്ങൾ ഊഹിക്കുക സ്വകാര്യം പറഞ്ഞത്. നല്ല ശബ്ദം കേൾക്കണ്ടോ? അപ്പൊ ഏതായാലും മാഷാ അല്ലാഹ് അത്ര അടിപൊളിയായി. റെഡ് കണ്ടില്ലേ, എന്താ രസല്ലേ അതിന്റെ പച്ചപ്പിന്റെ ഉള്ളിൽ റെഡ്. 2 മൈക്ക് അവിടെ, ഒരു മൈക്ക് ഇങ്ങോട്ട് കൊണ്ട് സാലുമോനെ. പച്ചപ്പിന്റെ അടിയിൽ റെഡ് കണ്ടില്ലേ നിങ്ങള്, നല്ല അടിപൊളിയായിട്ട്. എനക്കതിന് ഇത് ഒന്നും കാണൂല, കാരണം ഈ അതിന് പൊട്ടിയില്ലേ? പൊട്ടി പിടിക്കാൻ പറ്റുമോ? ഓ ഫോട്ടോ എടുക്കാം. അപ്പൊ നമ്മള് ഫാമിലി സൗണ്ടോട്ടെ, നമ്മള് ഓലത്ത് പോണില്ലല്ലോ, നമ്മള് ഇവിടെ അല്ലേ. ശൈലന്റെ പാന്റ് ശൈല
നല്ല ലൂസ് പാൻറ് ആള് ഫുൾ ചെത്തായിക്കുന്നു. കഴിഞ്ഞ കാലാണെങ്കിലും ചെത്തിന് കാക്കാല് ഇവന് ഏതോ ഒരു കാലുമ നിക്കാൻ അങ്ങനെയാണ്. അപ്പോ സൂപ്പറായില്ലേ എല്ലാവർക്കും? ഉമ്മച്ച ഹൈലൈറ്റ് ആയി. ഇന്നലത്തെ പരിപാടിയിൽ ഇന്നത്തെ ഉമ്മച്ച ഹൈലൈറ്റ് ആയില്ലേ? ഇന്നലെ ഇന്ന് ഉമ്മച്ച ഹൈലൈറ്റ് അല്ലേ അതില് അല്ലേ പരിപാടിയില്? ക്യാമ്പില് സെറ്റായിക്കുമ്പോ ആലോചിച്ചിരുന്നാൽ ഒന്നും പറയാൻ കഴിയില്ല. അപ്പൊ ഞമ്മക്ക് എന്താ വരിക? ആലോചിച്ചിട്ട് വിളിച്ചാ ഇനിയിപ്പോ എല്ലാരും പറഞ്ഞിട്ടില്ല സ്പീഡിലൊരു നടത്താടും. ഞാൻ പറയും അവിടെ പോയിട്ട് എന്താവും? ഞാൻ നിസാന്റെ അമ്മ, എന്റെ പേര് സാബിറ, ഞാൻ വരുന്ന ഞങ്ങള് പരപ്പനങ്ങാടിന്ന്. ഞാൻ വരുന്ന സിമ്പിൾ എന്താ സെറ്റാക്കി ഫോട്ടോ എടുത്തെടുത്തിട്ട് സ്ഥലോ കപ്പിൾസിന്റെ ഫോട്ടോ നിക്കി ലൈറ്റ് വരുന്നുണ്ട്. ഷാള് നന്നോ? രസല്ലേ ഷോള്? രസമുണ്ട്. പോളി ജിന്നു ഊക്കാണെന്നുള്ള എനിക്കറിയാം. ഈ കണ്ണട വെച്ചിട്ടൊരു ഫോട്ടോ വേണം ഞങ്ങൾക്ക്. ജിന്ന് ഞാൻ ചെറുക്കില്ലല്ലോ. ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. എന്തായാലും ഒരു കണ്ണടക്ക ചെയ്തു. ആര് പറഞ്ഞു? എനിക്ക് കണ്ണടക്ക ആവശ്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറഞ്ഞില്ലേ? ഒറ്റ തോട്ടം അവിടെ അങ്ങോട്ട് എത്തല്ലോ. അങ്ങോട്ട് ഇങ്ങോട്ട് പെട്ടെന്ന് എന്താ വാ അടിപൊളി ഹോട്ടല്ലേ? അതൊന്നും വേണ്ട. അതെന്താ ഇടയിൽ അട്ടിയുണ്ട്. നിങ്ങളെന്താ മണക്കാണത്? ഇത് മണക്കാണത്? അമ്മച്ചീനെ ഒന്നും മടിക്ക്, ഒന്നും മടിക്ക്. ഞാൻ പോയിക്കോളെ. ഇടി കിട്ടു, മിന്നലെ അറ്റു. പിന്നെന്താ ഓക്കെ മൈക്കൊക്കെ അവിടെ ഉണ്ട്. എന്റെ കയ്യിലുണ്ട്. ഇതിപ്പോ ചാവും. ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റല്ല. ഫോട്ടോ ഇങ്ങോട്ട് സെൻഡ് ചെയ്യട്ടോ. നമുക്ക് വെക്കാനുള്ള നിങ്ങൾക്ക് വേണ്ടാത്ത ഞമ്മക്ക് വേണം. ഇല്ല സവ്യ സ്റ്റാറ്റസ് തന്നെ ഇടണേ. നമ്മക്ക് പിന്നെന്തിടാനാ സ്റ്റോറി? എന്ത് ബാഗിലിട്ടിട്ട് എന്തിട്ടാനോ? ഇത് പുല്ലല്ല സാബിറ, തേയിലത്തോട്ടാണിത്. തൈലല്ല, തേയിലത്തോട്ടം. അതിൻ്റെ ഉള്ളിൽ ഒന്ന് പോയി നോക്കാം. മച്ചിയാ മച്ചില്ലേ വാ, അങ്ങോട്ട് കുറച്ച് പോവാ. എന്നിട്ട് അവിടുന്ന് ഞാൻ സ്റ്റാർട്ട് പറഞ്ഞ പൊന്തി വരണേ. ഇങ്ങനെ നീച്ചാ മതി. തിരിച്ചുകാണ് നീച്ചാ മതി. ഒന്നുകൂടി വരും, ഒന്നുകൂടി. എങ്ങനെ പോലെ പോലെ കൊടുക്കും. മൈക്കോളുണ്ട് എന്താ എന്നാ കൈ പിടിക്കും. കമിതാക്കളാ. പാമ്പുണ്ടാവട്ടോ അവിടെ. തിരിക്കാത്തത് നിസാൻ ലോറിയാ. തിരിക്കാൻ എന്താ ഇൻഡിക്കേറ്ററോ?
ആയില്ല കള്ളമാരി ഇരിക്കണേരി ഞാൻ പറയുമ്പോട്ടാ അതല്ല കോമഡി ഓടാൻ ഓണിയമാക്ക് പക്ഷെ ഓടാൻ കഴിയൂല. ഇതിന്റെ ഉള്ളിൽ നിൽക്കാൻ കഴിയില്ലട്ടാ. എന്താ നല്ല പേടിയാ. ഇവിടെ അട്ടല്ലടി, ഇവിടെ അട്ട ഉണ്ടാവും. കള്ളം മാത്രം പറയുള്ളൂ. അട്ടുള്ള സ്ഥലല്ലേ ഇത്? സുരക്ഷിതം എഴുതിയിട്ടില്ലേ? അതാ എന്താണ് സംരക്ഷിത അത് പറയാൻ കിട്ടില്ല. എനിക്ക് പറയാൻ കിട്ടില്ല. അതല്ല മേഖല, വെറും മേഖല. അവിടെ വേറെ ആളെ നോക്കി വണ്ടി അപ്പോൾ ഗൈസ് പരിപാടി കഴിഞ്ഞ് റിട്ടേൺ പോണ വൈക്കില് ഫുഡ് അടിക്കാൻ കയറിയതാണ്. ശാല അപ്പോൾ ഗൈസ് ഓർക്ക് എല്ലാവർക്കും മന്തി, എനിക്ക് ബിരിയാണി. ചോറ് നിന്ന് ടൈം നോക്കി ഗൈസ് 4:40. ടൈമൊന്നും ഇല്ല. പക്ഷെ മന്തി അടിപൊളി കേട്ടോ. മെച്ചിക്കൊക്കെ ഭക്ഷണം വന്നു കഴിഞ്ഞാൽ പിന്നെ നോ കോംപ്രമൈസ് ഇല്ലമ്മ. അപ്പം ഫുഡ് ഒക്കെ അതിൻ്റെ വയറ്റിലടക്കട്ടെ. ഓക്കെ സുഖം ആമാ. അപ്പോൾ അൽഹംദുലില്ലാ നമ്മളെ യാത്ര കഴിഞ്ഞ് ചെറിയൊരു ട്രിപ്പ് പോയി വന്ന് ഹാപ്പിയായി അല്ലേ സാവ്യ? ഇനി പോണ്ട നമുക്ക് സാവ്യ? അട്ടൊന്നുമില്ല. അട്ട കഴിഞ്ഞ് അട്ട വയനാട് ഇറങ്ങി ചുരം ഇറങ്ങി കഴിഞ്ഞാൽ അട്ട വീണു പോകും. പിന്നെ ഇങ്ങോട്ട് വരില്ല അട്ട അല്ലേ? വയനാട് ചുരം ഇറങ്ങി കഴിഞ്ഞാൽ അട്ട അവിടെ ഇനി ഉണ്ടെങ്കിൽ തന്നെ അവിടെ വീഴും. കാരണം ഇങ്ങോട്ട് നാട്ടുമ്പുറത്ത് അട്ട വരൂല. എന്നാ ഈ പോയി എടുക്കുന്നാല് ഇല്ലടാ ഇവിടെ ഉണ്ടാവൂല. ഇതെന്താ എൻ്റെ മുഖത്ത് തണറിട്ടിങ്ങനെ? അട്ടൊന്നുമില്ല അല്ല. അപ്പോൾ ഓക്കെ, ഇത്രേ ഉള്ളൂ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, അമ്മേൻ്റെ കൊടുക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ അമ്മനെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത പ്രാവശ്യം വരാം. അടുത്ത വീഡിയോ അടുത്ത പ്രാവശ്യം വരാം. ഓക്കെ, അടുത്ത വീഡിയോ വീണ്ടും കാണാം.